വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനുമായി പോലീസിന്റെ മൂന്നാം ഘട്ട തെളിവെടുപ്പ് ഇന്ന് നടക്കും. പെൺസുഹൃത്ത് ഫർസാനെയും അനുജൻ ഹഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് തെളിവെടുപ്പ്. 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ അഫാനെ വെഞ്ഞാറമൂട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വിവരങ്ങളുമായി ടിൻഡു ചേരുന്നു. ടിൻഡു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉമ്മുമ്മയെയും അതുപോലെ തന്നെ മാമനെയൊക്കെ കൊലപ്പെടുത്തിയ അവിടെ എത്തിയപ്പോഴും ഈ അഫാന് ഒരു തരത്തിലുള്ള കൂസലും ഇല്ലാതെയാണ് പ്രതികരിച്ചത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദുർഗ, വെഞ്ഞാറമൂട് പോലീസാണ് ഇന്ന് അഫാനെ തെളിവെടുപ്പിനായിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ആദ്യമായിട്ട് കൊലപാതകം നടത്തുന്നത് അഫാൻ വെഞ്ഞാറമൂട് വീട്ടിലാണ്. സ്വന്തം അനിയനെയും പെൺസുഹൃത്തായ ഫർസാനെയും കൊലപ്പെടുത്തിയത് ഈ വീട്ടിൽ വെച്ചാണ്. സ്വന്തം ഉമ്മ ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഈ വീട്ടിൽ വെച്ചാണ്. എല്ലാ കൊലപാതകങ്ങളുടെ ഇന്റൻഷൻ നടക്കുന്നത് വെഞ്ഞാറമൂട്ടിലുള്ള ഈ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ കിളിമാനൂർ പോലീസ് ചുള്ളാളത്തെ അഫാന്റെ വല്യുപ്പാനെയും വല്യമ്മാനെയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസും അതോടൊപ്പം തന്നെ അഫാന്റെ ഉമ്മുമ്മായ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസും കേസെടുത്തിട്ടുണ്ട്. ഈ 2 കേസുകളിലും തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് വെഞ്ഞാറമൂട് പോലീസ് അഫാനെ തെളിവെടുപ്പിനായിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഫാന്റെ വാപ്പ റഹീം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അഫാനെ ഒരു തരത്തിലും കാണേണ്ട ആവശ്യമില്ല, അഫാൻ തന്റെ എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരാളാണ്, ജീവിതം എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാത്ത ഘട്ടത്തിലാണ് എന്നുള്ളൊരു വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ അഫാനെ ഇന്ന് വെഞ്ഞാറമൂട്ട് വീട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ റഹീമിന്റെ പ്രതികരണമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉമ്മ ഷെമി ഇതുവരെ അഫാനെതിരെ ഒരു മൊഴി പോലും നൽകിയിട്ടില്ല. ഉമ്മ ഇപ്പോഴും പോലീസിനും അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിനും മുന്നിൽ നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് തലയിടിച്ച് തറയിൽ കട്ടിലിൽ തലയിടിച്ച് വീണാണ് ഈ മുറിവ് സംഭവിച്ചത്. അഫാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഷെമിയുടെ മൊഴിയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം സ്വന്തം മകനെതിരെ മൊഴി കൊടുക്കാനായിട്ട് ഷെമി തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കേസിൽ കുറച്ചും കൂടി തെളിവും സാക്ഷിമൊഴികളും ഉൾപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാക്ഷികൾ പോലും ഇല്ലാത്ത കേസാണ്. 5 കൊലപാതകവും ചെയ്തിരിക്കുന്നത് അഫാനാണെന്ന് കുറ്റസമ്മതം മാത്രമേ പ്രതി നടത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള സാക്ഷിമൊഴികളോ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സഹായകരമായിട്ട് ഉണ്ടാക്കുന്നില്ല. അത് തന്നെയാണ് ഈ 3 പോലീസ് സ്റ്റേഷനുകളെയും പോലീസിന്റെയും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഷെമി ഒരു ഘട്ടത്തിലെങ്കിലും മൊഴി തിരുത്തി പറയുകയാണെങ്കിൽ അതൊരു പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ സഹായകമാകും. ശരി.